1 lakh ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറയാമെന്നുള്ളത്. വീഡിയോ ചെയ്തിട്ടില്ല, ബട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ എത്ര മെയിൻ്റെനൻസ് ആയി എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട്. സോ അതിനെക്കുറിച്ച് എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, എൻ്റെ വണ്ടി ബജാജ് ഡിസ്കവർ 100cc ആണ്. സോ 2011 മോഡലാണ്. സോ ഈ വർഷമാണ് ഏപ്രിൽ മെയിലൊക്കെ ആയിട്ടാണ് എനിക്ക് റിന്യൂവൽ വന്നത്. സോ അതിന് വേണ്ടി ഒരു മാസമൊക്കെ വണ്ടി അതിൻ്റെ പുറകിലായിരുന്നു. അതിൻ്റെ പുറത്ത് പണിയുടെ കാര്യങ്ങൾ പെയിൻറ്റിങ്ങും മൂലം എല്ലാം ചെയ്യേണ്ടി വന്നു. സോ അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ടെസ്റ്റ് ഫീസ് എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അത് എന്തായാലും ഞാൻ ചെയ്യേണ്ട ഒരു എമൗണ്ടാണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മറ്റ് വണ്ടികൾക്കൊന്നും എനിക്ക് ചിലവും കാര്യങ്ങളും ഓയിൽ ചേഞ്ച് മൂലം എന്തെല്ലാം പണി കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ പെട്രോൾ എക്സ്പെൻസ് മൈനസ് ചെയ്യാതെ ടോട്ടൽ ഏണിങ്സ് മാത്രം, ടോട്ടൽ എത്ര ഈ 37 ദിവസം കൊണ്ട് എത്ര ഏൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,15,898 രൂപ നമ്മൾ ഏൺ ചെയ്തു. ആൾമോസ്റ്റ് 1,16,000 ആയി. കുറച്ച് ഒരു 100-110 രൂപയുടെ കുറവ് മാത്രമേ ഉള്ളൂ. അത്രയും രൂപ നമ്മൾ പെട്രോൾ എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏൺ ചെയ്തു. ആൻഡ് ഈ ഒരു ചാലഞ്ചിൽ 37 ദിവസം കൊണ്ട് ഏകദേശം ഓടിച്ചത് 8,870 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിച്ചത്. 8,870 കിലോമീറ്റർ. അറൗണ്ട് ഞാനൊരു 3,000 കിലോമീറ്ററാണ് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കിലോമീറ്ററോളായി. 8,700 എന്നൊക്കെ പറയുന്ന സമയത്ത് 8,870. ഓക്കെ, അപ്പോൾ 3 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓയിൽ ഫിൽറ്ററും കൂടെ മാറുമായിരുന്നു. ഓയിൽ ചേഞ്ചിനും ഓയിലും ഫിൽറ്ററും പിന്നെ ലേബറും കൂടെ ചേർന്നിട്ട് ഏകദേശം ഒരു 550 രൂപ നമുക്ക് ഒരു ഓയിൽ ചേഞ്ചിന് എക്സ്പെൻസ് വരുന്നുണ്ട്. അങ്ങനെ 3 ഓയിൽ ചേഞ്ച് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഏകദേശം 1,650 രൂപ മാത്രം ഓയിൽ ചേഞ്ചിന് മാത്രം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മെയിനായിട്ട് വന്നൊരു പണിയാണ്, ഒരു വട്ടം മഴയത്ത് രാവിലെ എണീറ്റ് വർക്കിന് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ CD യൂണിറ്റ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനൽ CD യൂണിറ്റിന് തന്നെ ഏകദേശം അത് ലേബർ എല്ലാം പാടെ ഇപ്പോൾ ഓരോ ചിലവിനും ഇൻക്ലൂഡിങ് ലേബറാണ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CD യൂണിറ്റ് മേടിച്ച് ലേബർ അടക്കം ഏകദേശം ഒരു ദിവസം ഒരു 1,500 രൂപ ചിലവായിട്ടുണ്ട്. അതൊരു വലിയ എക്സ്പെൻസ് ആയിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എക്സ്പെൻസ് ആയിരുന്നു അത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ചെയിൻ ടൈറ്റ് കാര്യങ്ങൾ, ബ്രേക്ക് പാഡ് ബ്രേക്ക് ടൈറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അറൗണ്ട് ഒരു 200 രൂപ അടുത്ത് എന്തായാലും ചിലവായിട്ടുണ്ടാകും. അതിനൊരു 200 രൂപ നമുക്ക് കൂട്ടാം. 2-3 വട്ടം ചെയിൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും സ്പ്രോക്കറ്റ് കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഇപ്പോഴും കുഴപ്പമില്ലാതെ ഓടിക്കാനുള്ള കണ്ടീഷനിലാണ്. അതുകൊണ്ട് അതിൻ്റെ ചിലവ് വന്നിട്ടില്ല. ടൈറ്റിങ്ങിന് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 200 രൂപ. പിന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ കംപ്ലൈൻ്റ് ആയിരുന്നു. കേബിൾ നോക്കില്ല, പിനിയൻ കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മൾ ഡെയിലി പെട്രോൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ഈ കിലോമീറ്റർ ട്രാവൽ നോക്കിയിട്ടാണ്. സോ അതിനൊരു 60 രൂപയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പോയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്തായിരുന്നു, അതിന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാധനത്തിന് 60 രൂപയായി. പിന്നെ ഒരു വട്ടം വയറിംഗ് ഒന്ന് ഷോർട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വയറിംഗ് ഷോർട്ടായി, ഹെഡ്ലൈറ്റ് കത്താതായി. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് അറൗണ്ട് ഒരു 200 രൂപ വയറിങ്ങിനും ചിലവായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വന്ന പണിയാണ് ക്ലച്ച് പ്ലേറ്റ് പോകുന്നത്. ക്ലച്ച് പോയി എന്നുള്ളത്. ക്ലച്ച് നമ്മൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റീൽ പ്ലേറ്റ് അവർ സെപ്പറേറ്റ് മേടിക്കുന്നതിന് അതിൻ്റെ ഫുൾ സെറ്റ് കിട്ടുമല്ലോ, ആ സെറ്റ് തന്നെ മേടിച്ചു. അതിന് അറൗണ്ട് 1,500 രൂപയായി ക്ലച്ച് സെറ്റിന് എല്ലാം പാടെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് വണ്ടിയുടെ മെയിൻ മറ്റേ സിങ്കാം ബുഷ് ഉണ്ടല്ലോ, സിങ്കാം ബുഷ് ഒരെണ്ണം ഡാമേജ് ആയി. അപ്പോൾ അത് രണ്ടും മാറ്റേണ്ടി വന്നു. സിങ്കാം ബുഷിൻ്റെ കൂടെ ഡാമ്പർ ബുഷും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും പാടെ മാറ്റി ഏകദേശം ഒരു അറൗണ്ട് ഒരു 500. സാധനത്തിന് വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ലേബർ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ ഒരു 500 രൂപ സംതിങ് എന്തോ 500 രൂപയാണെന്ന് തോന്നണേ, കൃത്യമായിട്ട് ഓർമ്മയില്ല. 500 രൂപ അതിനും ചിലവായിട്ടുണ്ട്. ആൻഡ് പിന്നെ മെയിനായിട്ട് E20 പെട്രോളൊക്കെ ആയതുകൊണ്ട് കാർബറേറ്ററിൻ്റെ നീഡിലൊരിക്കൽ കംപ്ലൈൻ്റ് ആയി. നീഡിലിന് 100 രൂപയോ 120 രൂപ എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ. ലേബർ ഇൻക്ലൂഡിങ് അറൗണ്ട് അതിനൊരു 300 രൂപ ചിലവായിട്ടുണ്ട്. മഴയത്ത് വണ്ടി അറിഞ്ഞിട്ട് എന്താ പറയുക, ബ്രേക്ക് ഷൂവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, വല്ലാത്ത ഉറപ്പിക്കുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ ഒരു വട്ടം 2 ബ്രേക്ക് ഷൂ എല്ലാം അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 120 രൂപ അതിനും ക്ലീനിങ്ങിനും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എനിക്ക് എന്താ പറയുക വണ്ടിയുടെ മെയിൻ്റെനൻസ് ആയിട്ട് എനിക്ക് വന്ന ചിലവ്. ഇതിൻ്റെ പുറമേ പണികളായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ടെസ്റ്റ് എന്തായാലും ചെയ്യേണ്ടതാണ്, അതിൻ്റെ ഒരു എക്സ്പെൻസ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആൻഡ് ഈ പണികൾക്ക് മാത്രം ടോട്ടൽ ഓയിൽ ചേഞ്ച് മുതൽ ഈ ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്ത് വരെ ടോട്ടൽ എനിക്ക് ചിലവായത് ഏകദേശം 6,030 രൂപയാണ് ടോട്ടൽ എനിക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസിന് വേണ്ടി എനിക്ക് ചിലവ് വന്നത്. പിന്നെ
നോക്കണത് ഞാൻ ഉപയോഗിക്കുന്ന ഫോണുണ്ടല്ലോ, എൻ്റെ നേരത്തെ ഒരു ഫോണായിരുന്നു, പിന്നെയാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത്, സെക്കൻഡ്സ് മേടിച്ചാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് ഒരു വട്ടം, അതായത് ഈ ഫോൺ മേടിക്കുന്നതിന് മുന്നേ അതിൽ തന്നെയായിരുന്നു വീഡിയോ എടുക്കുന്നതും അതിൽ തന്നെയായിരുന്നു സ്വിഗ്ഗി ഓടിക്കുന്നതെല്ലാം. അതൊരു വട്ടം താഴെ വീണ് ഡിസ്പ്ലേ പോയി. അപ്പോൾ ഒറിജിനൽ ഡിസ്പ്ലേക്ക് നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു LED. അപ്പോൾ LED തന്നെ കോപ്പി ഇട്ടു, അതിനൊരു 3500 രൂപ അതിന് ചിലവായി. പിന്നെ ഈ ഫോൺ മേടിച്ച്, ചെറിയൊരു ഫോൺ മേടിച്ച് അതിനൊരു 3500 എന്തോ ആയിട്ടുണ്ട്. ഒരു 7000 ആയി. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കല്ലേ ഏകദേശം ഒരു 10-15 രൂപ, 13-14 രൂപ അങ്ങനെ എന്തോ സംതിങ് ആവും. അത് ആഡ് ചെയ്യുന്നില്ല, വണ്ടിയുടെ മെയിൻ്റെനൻസ് ആണ് നോക്കിയത്. സോ ഇതിന് മാത്രം വന്നത് 6030 രൂപ. 6000 രൂപ ചിലവ് വന്നിട്ടുണ്ട് ഇതിന് മാത്രം. പിന്നെ ഇതിൻ്റെ പുറമേ ഞാൻ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് നോർമൽ ഹെഡ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പവർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, രാത്രി ഹെഡ്ലൈറ്റ് തീരെ വെളിച്ചില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക 2 ഫോഗ് ലാമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോഗ് ലാമ്പ് മേടിച്ചു, ഇതിന് ഒരു 1500 രൂപയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് മേടിച്ച സാധനം എന്താ പറയുക, അഡീഷണൽ മേടിച്ചത് നമുക്ക് ഈ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടിയിൽ ഇരുന്നിട്ട് മെയിൻ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്, എല്ലാവരും അനുഭവിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ട്, അതായത് ഇരുന്ന് നമ്മുടെ ചന്തി ചൂടാവാന്ന് പറയില്ലേ, എൻ്റെ പൊന്നു, ഞാൻ അതിൻ്റെ അത്രയും സഹിച്ച വേറെ ഒരു പരിപാടിയില്ല. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം പറിച്ചെടുത്ത് കളഞ്ഞ് പുതിയ ഫോം, അത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോം വെച്ച്, കാറിനൊക്കെ അടിക്കുന്ന അത്രയും ക്വാളിറ്റിയുള്ള സീറ്റ് കവർ വെച്ച് അടിച്ച്, അതടിച്ചിട്ടും കടയിൽ ആൾ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് ഓടിച്ചോന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കുറവുണ്ടായിരുന്നില്ല, ഭയങ്കര പൊള്ളലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കി മേടിച്ചൊരു സാധനമുണ്ട്. ഈ സാധനം ഇത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഓടിച്ച്, ഇതിൽ ഇരുന്നിട്ട് പിന്നെ ഇതാണ് വണ്ടി. അപ്പോൾ ഇത് വെച്ച് ഓടിച്ചതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, സത്യം പറയാമല്ലോ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ജസ്റ്റ് പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ വെക്കുക, അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഓടിക്കുക. ഇടയിൽ വീടൊക്കെ ചെയ്യും നോക്കിയിട്ട്, എവിടെയും കെട്ടി വയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചു. ഇതിന് ഏകദേശം 400-500 രൂപ എന്തോ ചിലവ് വരുന്നുണ്ട് അതിന്. പിന്നെ ലൈറ്റ് അതുകൊണ്ട് രണ്ടും കൂടെ ഒരു 2000 റുപ്യ ആയി. ഇതൊന്നും നമ്മൾ ചിലവിൽ കൂട്ടുന്നില്ല, അഡീഷണലി ഞാൻ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചതാണ്. പിന്നെ ടയറിൻ്റെ കണ്ടീഷനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ടെസ്റ്റ് ആയപ്പോൾ ഞാൻ ഫുള്ള് പുതിയത് എന്താ പറയുക എല്ലാം പണിയെടുത്തപ്പോൾ ടെസ്റ്റിന് ടയർ മുതൽ പെയിൻറ്റിങ് മുതൽ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എന്താ പറയുക, അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാലും നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അതായത് കണ്ടോന്ന് അറിയത്തില്ല, രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ടയർ, അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷനാണ്. ഇപ്പോൾ ഇരുട്ടത്ത് എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. ഈ ഗുഡ് ടയർ ഇത് ഏതാ ബ്രാൻഡെന്ന് അറിയില്ല. ഇതിനൊരു എന്താ പറയുക, ഒരു സ്ക്രാപ്പിൻ്റെ കടയിൽ നിന്നൊക്കെ ഒപ്പിച്ചാണ് ഒറിജിനൽ ടയർ ഇത്. ആൻഡ് ഇതിൻ്റെ പുറകിലെ ടയർ നോക്കുകയാണെങ്കിൽ ഇത് സിയറ്റ് നമുക്ക് വട്ടാശല്ല എഴുതി കാണിക്കുന്നുണ്ട്. സിയറ്റിൻ്റെ ഒറിജിനൽ അത്യാവശ്യം കട്ടിയുള്ള ടയർ. ഈ ടയർ എന്ത് റേറ്റിന് കിട്ടിയതാണെന്നറിയോ? പുതിയ സീറ്റിൻ്റെ ടയർ ഞാൻ എൻ്റെ പഴയ വണ്ടിയിൽ ഒരു വട്ടം മാറ്റിയിട്ടുണ്ട്. ടയറും ട്യൂബ് ഇൻക്ലൂഡിങ് 2000 രൂപ എന്തൊക്കെ കൊടുത്ത് മാറ്റിയത്. എനിക്ക് ഈ സിയറ്റിൻ്റെ എന്താ പറയുക ബാക്കിലെ ടയർ വെറും 800 രൂപയ്ക്ക് കിട്ടിയതാണ്. പുതിയത് മേടിക്കുകയാണെങ്കിൽ 2 ടയറിനും പാടെ തന്നെ അത്യാവശ്യം 3000-3500 രൂപ എന്തായാലും ചിലവായിട്ടുണ്ടാകും. അതെന്തോ ചിലവായില്ല. ബാക്ക് ടയർ വെറും 800 രൂപയ്ക്ക് കിട്ടി, ഫ്രണ്ട് ടയർ 500 രൂപയ്ക്കും കിട്ടി. ഫ്രണ്ട് ഏതോ ബ്രാൻഡാണ്, കൃത്യമായിട്ട് ഞാൻ നോക്കിയില്ല. ബട്ട് നല്ല ടയറാണ്, അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ പെട്ടെന്ന് തേഞ്ഞു പോകുന്നൊന്നുമില്ല, ചാത്തൻ ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക ഇത്തിരി അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടിയ സാധനം പറഞ്ഞാൽ 2 ടയർ മാത്രമാണ്. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ചിലവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൽ എന്താ പറയുക ടാഗ് ചെയ്യാം ആ ഇരിക്കുന്ന സാധനം. വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്നിട്ട് അഭിപ്രായം പറയുക. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല സമാധാനമുണ്ട് അത് ഉപയോഗിക്കുന്നതിന് ശേഷം. അതിന് മുന്നേ കുറേ സ്ട്രഗിൾ ചെയ്താൽ, കുറേ വൺ സൈഡ് ഇരിക്കും, പിന്നെ കുറച്ച് നേരം ഇങ്ങോട്ടിരിക്കും അങ്ങോട്ടിരിക്കും, എന്നിട്ട് ഒരു കുറവില്ല. കാരണം രാവിലെ മുതൽ വണ്ടി തന്നെയാണ്. ഇപ്പം എന്തോ കുഴപ്പമില്ല. എന്തായാലും പ്രോഡക്റ്റിൽ ടാഗ് ചെയ്യാം. ഫ്ലിപ്പിൽ തന്നെ മേടിച്ച് താല്പര്യം മേടിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും വണ്ടിയുടെ മെയിൻ്റെനൻസ് ഏകദേശം 6000 രൂപയാണ് എല്ലാ ചിലവും. എനിക്ക് തന്നെ കിട്ടിയ പണിയുള്ള ചിലവ് പറ്റിയത്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.